നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടി HSC സോഷ്യൽ സയൻസ് പരീക്ഷ ഫോക്കസ് കൊടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒന്ന്, HSC സോഷ്യൽ സയൻസ് പരീക്ഷയിൽ കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം എത്രയാണ്? ഒരു മത്സര പരീക്ഷയിൽ എത്ര പേരാണ് നമ്മളുമായി മത്സരിക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്ക് ഇത്തിരിയും കൂടെ ഉഷാറായി പഠിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര പേരാണ് കൺഫർമേഷൻ നൽകിയവർ? ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഏത് ജില്ലയിലാണ്? 14 ജില്ലയിലുമാണല്ലോ HSC സോഷ്യൽ സയൻസ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. ഇനിയുള്ള ഏകദേശം 40-ലധികം ദിവസം എങ്ങനെയാണ്, ഏത് മേഖലയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പഴയ SCRTക്ക് പ്രയോറിറ്റി കൊടുക്കണോ, അതോ പുതിയ SCRTക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇനി സിലബസ് പ്രകാരമുള്ള റിവിഷൻ എങ്ങനെ സാധ്യമാകും എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് ഉത്തമമായ ഒരു മറുപടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. അതായത് ഇനിയുള്ള 40-ലധികം ദിവസം, ഒരു 45 ദിവസം നമ്മൾ കണക്കാക്കിയാൽ, കാരണം ഈ വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണുന്നത്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞായിരിക്കാം. ഏത് ദിവസം ആയിക്കോട്ടെ കണ്ടോട്ടെ, ആ ദിവസം കാണുന്നത് മുതൽ, അന്നത്തെ ദിവസം മുതൽ നിങ്ങൾ ഉഷാറായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ആദ്യ റാങ്ക് കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ അസൈൻ ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ റിവിഷൻ ബാച്ച്, ഏകദേശം 45 ദിവസം നിൽക്കുന്ന ഒരു റിവിഷൻ ബാച്ച് തുടങ്ങിയാണ്. രാവിലെ 5 മണി മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. ഓൾറെഡി 12 ബാച്ച് ഉണ്ട്. ഈ 12 ബാച്ചുകൾക്കും ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 5 മണിക്ക് തന്നെയാണ്. ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. അതായത് രാവിലെ 5 മണി മുതൽ നിങ്ങൾക്ക് തരുന്ന വീഡിയോ ക്ലാസിന്റെയും മെറ്റീരിയൽസിന്റെയും SCRT മൈക്രോ നോട്ട്സിന്റെ എല്ലാം റിവിഷൻ എക്സാം എല്ലാ ദിവസവും രാത്രി 9 മണിക്കും 9:30ക്കും ഇടയ്ക്കുണ്ടാകും. അപ്പം ആ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങളെ ഫോക്കസ് കൊടുക്കുന്ന HSC സോഷ്യൽ സയൻസ് നിങ്ങളുടെ പേര് മാത്രം ഒന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, എക്സാം നമുക്കറിയാം. HSC സോഷ്യൽ സയൻസ് പരീക്ഷ എക്സാം ഡേറ്റ് നവംബർ 4 ചൊവ്വാഴ്ചയാണ്. മറ്റ് മത്സര പരീക്ഷയെ അപേക്ഷിച്ച് രാവിലെയാണ് പരീക്ഷ. രാവിലെ 7 മുതൽ 8:50 വരെയാണ് പരീക്ഷ. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉച്ചയ്ക്ക് ശേഷമല്ല പരീക്ഷ, രാവിലെയാണ്. രാവിലെ 7 മണിക്ക് മുൻപ് നിങ്ങൾക്ക് പരീക്ഷാ ഹാൾ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷാ സെന്റർ എവിടെയാണോ ആ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്ന 7 മണിക്ക് മുൻപ്. 7 മണിക്ക് ശേഷം ചെല്ലുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. കാരണം ഒരു മത്സര പരീക്ഷയുടെ അവസരം ദയവായി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പാളിച്ച കൊണ്ട് ആ പരീക്ഷ എഴുതാതിരിക്കാൻ, അല്ലെങ്കിൽ എഴുതാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ആ പരീക്ഷ ഈസി ആയിട്ട് എഴുതാൻ പറ്റട്ടെ. ദെൻ പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം, അതായത് കേരളത്തിലെ 14 ജില്ലയിലും കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 18,277 ആണ്. അപ്പൊ 18,277 ഉദ്യോഗാർത്ഥികളുമായിട്ടാണ് നിങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ ഞാനായിക്കോട്ടെ നിങ്ങളിൽ ഒരാളായിക്കോട്ടെ കോമ്പീറ്റ് ചെയ്യുന്നത്. ഒക്ടോബർ 21 മുതലാണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. ഇനി അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഏകദേശം 4040 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് വേണ്ടി കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കുറവ് കൺഫർമേഷൻ, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 262 ഉദ്യോഗാർത്ഥികളാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ഇനി എത്ര പേര് കുറയുമെന്ന് കണ്ടറിയാം. അപ്പൊ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും. അതൊന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ക്ലാസ്, ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച ആയിരിക്കാം കാണുന്നത്, ചൊവ്വാഴ്ച ആയിരിക്കാം, ബുധനാഴ്ച ആയിരിക്കും, ഏത് ദിവസം ആയിക്കോട്ടെ. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 40 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 40-ലധികം ദിവസം കൊണ്ട് നിങ്ങളുടെ സിലബസ് ഫുള്ള് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു തിങ്കളാഴ്ച നിങ്ങൾ, നമ്മുടെ റിവിഷൻ ബാച്ച് തുടങ്ങുന്നത് ചൊവ്വാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് കേരള ചരിത്രമാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാ മേഖലയും പഠിക്കുക. ഒപ്പം SCRT സ്കൂൾ ടെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. മത്സര പരീക്ഷയിൽ തന്നെ അധ്യാപക മത്സര പരീക്ഷയായ ഈ HSC സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ഈ പറയുന്ന സോഷ്യൽ സയൻസ് SCRT ചാപ്റ്ററുകൾ നിർണായകമാണല്ലോ. അതിൽ തന്നെ പഴയ SCRT ഉണ്ട്, പുതിയ SCRT ഉണ്ട്. ഈ പറയുന്ന 5, 7, 9 ക്ലാസ്സിലെ പുതിയ SCRT നിങ്ങൾ ഓൾറെഡി പഠിച്ചു.
ദെൻ 10ാം ക്ലാസ്സിലെ പുതിയ ഈ വർഷം, ഈ അധ്യയന വർഷം ലേറ്റസ്റ്റ് അപ്ഡേഷൻ നടത്തിയേക്കുന്ന 10ാം ക്ലാസ്സിലെ പുതിയ SCERT കൂടി ഉൾപ്പെടുത്തിയ മൈക്രോ നോട്ട്സ്, നമ്മുടെ റിവിഷൻ ബാച്ചിൽ കൊടുക്കുന്ന മൈക്രോ നോട്ട്സ് നിങ്ങൾ പഠിക്കണം. ദെൻ നമ്മുടെ ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്ന മാജിക് മന്ത്ര സെഷൻ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. തിങ്കളാഴ്ച രാത്രി 9 മണിക്കും 9:30ക്കും ഇടയ്ക്കുള്ള കോമൺ ഡെയിലി എക്സാം ആയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യണം തിങ്കളാഴ്ച കഴിഞ്ഞ്. ദെൻ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവിഷൻ ബാച്ച് തുടങ്ങുന്നത് ചൊവ്വാഴ്ചയാണ്. അന്ന് പഠിക്കേണ്ടത് ഇന്ത്യ ചരിത്രമാണ്. സിലബസ് പ്രകാരമുള്ള ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൃത്യമായി പഠിക്കുക. നമ്മൾ തരുന്ന വീഡിയോ ക്ലാസ് നിങ്ങൾ കാണണം. അതിനോടൊപ്പം നമ്മൾ തരുന്ന SCERT മൈക്രോ നോട്ട്സും NCERT മൈക്രോ നോട്ട്സും നിങ്ങൾ വായിക്കണം. മാജിക് മന്ത്ര സെഷൻ, ദെൻ അന്നും എക്സാം, ഡെയിലി എക്സാം രാത്രി 9 മണിക്ക് 9:30ക്കും ഇടയ്ക്ക് ചൊവ്വാഴ്ച. ബുധനാഴ്ച നമ്മൾ പറയുന്ന ടോപ്പിക്ക് ലോക ചരിത്രമാണ്. ബുധനാഴ്ച ലോക ചരിത്രമാണ്. ലോക ചരിത്രം പഠിക്കുന്നതിനോടൊപ്പം തന്നെ SCERTയിലെ പുതിയ SCERTയിലെയും പഴയ SCERTയിലെയും മൈക്രോ നോട്ട്സും മസ്റ്റായിട്ടും വായിക്കണം. മാജിക് മന്ത്ര സെഷൻ നമ്മുടെ ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്ന മാജിക് മന്ത്ര സെഷൻ എന്ന് പറഞ്ഞൊരു സെഷനുണ്ട് HSA പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള. അത് അറ്റൻഡ് ചെയ്യണം. ദെൻ എക്സാം അറ്റൻഡ് ചെയ്യണം ബുധനാഴ്ച കഴിഞ്ഞ്. ദെൻ വ്യാഴാഴ്ച സാമ്പത്തിക ശാസ്ത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഓരോ ടോപ്പിക്കും, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, നാഷണൽ ഇൻകം, അങ്ങനെ ഓരോരോ ഡിവിഷൻ ഉണ്ടല്ലോ. ആ ഓരോ ടോപ്പിക്കിൽ നമ്മൾ പറയുന്ന ടോപ്പിക്കും ഇതിനുള്ള 45 ദിവസത്തെ സ്റ്റഡി പ്ലാൻ വീഡിയോ നമ്മൾ തരും. അതിനു മുന്നേ നിങ്ങൾ ഏതൊക്കെ മേഖലകളാണോ റിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റിവിഷൻ ചെയ്യാൻ പറ്റുന്ന എല്ലാം എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. ഒപ്പം SCERTയിലെ പഴയ SCERTയിലെയും പുതിയ SCERTയിലെയും സാമ്പത്തിക ശാസ്ത്രം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് കൂടി വായിക്കുക. മാജിക് മന്ത്ര സെഷൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതിന്റെ എക്സാം, ഡെയിലി ഉള്ള എക്സാം അറ്റൻഡ് ചെയ്യുക. ദെൻ വെള്ളിയാഴ്ച പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കേണ്ടത്. അതിൽ തന്നെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് എന്താണ് പൊളിറ്റിക്കൽ സയൻസ്, ഡെമോക്രസി എന്താണ്, ഇൻഡയറക്റ്റ് ഡെമോക്രസി, ഡയറക്റ്റ് ഡെമോക്രസി തുടങ്ങിയിട്ടുള്ള പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ മറ്റു മത്സര പരീക്ഷയ്ക്കെല്ലാം ഗുണകരമായി മാറുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ടോപ്പിക്കും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, പൗരത്വം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അങ്ങനെ നമ്മുടെ സിലബസ് പ്രകാരമുള്ള യൂണിയൻ എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്ന നമ്മുടെ സിലബസ് പ്രകാരമുള്ള കണ്ടന്റ് പഠിക്കണം. അവിടെ തന്നെ SCERTയിലെ പഴയ SCERTയും പുതിയ SCERTയിലുമുള്ള മൈക്രോ നോട്ട്സ് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻ അറ്റൻഡ് ചെയ്യണം. അന്നും എക്സാം ഉണ്ട്, മറക്കരുത്. അപ്പൊ എല്ലാ ദിവസവും ഈ തരുന്ന രാവിലെ 5 മണി മുതൽ തരുന്ന വീഡിയോ ക്ലാസിന്റെയും മെറ്റീരിയൽസിന്റെയും മാജിക് മന്ത്ര സെഷൻസിന്റെയും എക്സാം രാത്രി 9 മണിക്കും 9:30ക്കും ഇടയിൽ അപ്ഡേറ്റ് ചെയ്യും. അടുത്ത ശനിയാഴ്ച ദിവസവും റെസ്റ്റ് ഇല്ല. ശനിയാഴ്ച ദിവസം പഠിക്കേണ്ടത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട് എന്നറിയപ്പെടുന്ന മൊഡ്യൂൾ പോർഷൻ ആണ്. ദെൻ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കണം. റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യണം. ദെൻ ഒപ്പം അന്നത്തെ ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യണം ശനിയാഴ്ച. ഞായറാഴ്ച ഇത്രയും ദിവസം, ഈ തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ നമ്മൾ റിവിഷൻ ബാച്ച് തുടങ്ങിയ ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയ അത്രയും ടോപ്പിക്സും അത്രയും മെറ്റീരിയൽസും അത്രയും വീഡിയോ ക്ലാസ്സും റിവിഷൻ നടത്തണം. ഒപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന മോക്ക് എക്സാം, OMR എക്സാം കൃത്യമായി അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഈ പറയുന്ന ഡെയിലി OMR എക്സാം ഉണ്ട്. അത് കൂടാതാണ് വീക്കെൻഡിലുള്ള OMR മോക്ക് എക്സാം. അതുകൂടി അറ്റൻഡ് ചെയ്യുമ്പം ആ വീക്ക് കംപ്ലീറ്റ് ആയി. ദെൻ അഗെയിൻ അടുത്ത തിങ്കളാഴ്ച ആകുമ്പം അവിടെ കേരള ഭൂമിശാസ്ത്രമാണ് പഠിക്കേണ്ടത്. കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട SCERTയിലും NCERTയിലും പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് ഉൾപ്പെടുത്തിയ മൈക്രോ നോട്ട്സ് നമ്മൾ തരുന്ന വായിക്കണം. മാജിക് മന്ത്ര സെഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അന്നും എക്സാമിന് മാറ്റമില്ല. എക്സാം രാത്രി 9 മണിക്ക് 9:30ക്കും ഇടയ്ക്ക്. ദെൻ ചൊവ്വാഴ്ച ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട നമ്മൾ രാവിലെ 5 മണിക്കാണ് ക്ലാസ്. രാവിലെ 5 മണി മുതലാണ് ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ദെൻ SCERTയിലെ പഴയ SCERTയും പുതിയ SCERTയും കമ്പൈൻ ചെയ്തുള്ള മൈക്രോ നോട്ട്സ് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻ പഠിക്കണം. ദെൻ ഡെയിലി എക്സാം രാത്രി 9 മണിക്കും 9:30ക്കും ഇടയ്ക്ക്. ദെൻ ബുധനാഴ്ച പഠിക്കേണ്ടത് ലോക ഭൂമിശാസ്ത്രമാണ്. വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അന്തരീക്ഷം എന്താണ്, ആ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട അന്തരീക്ഷ പാളികൾ, ഈ പറഞ്ഞ ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട് ഭൂവൽക്കം, ക്രസ്റ്റ്, മാൻഡിൽ തുടങ്ങിയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, കാമ്പ്, കോറ് തുടങ്ങിയിട്ടുള്ള പോർഷൻ, ആ ഒരു ഏരിയ. ദെൻ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട NCERT സ്കൂൾ ടെക്സ്റ്റ് ഏരിയ, SCERT സ്കൂൾ ടെക്സ്റ്റ് ഏരിയ, ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ബുധനാഴ്ച പഠിക്കണം. ഒപ്പം SCERTയിലെ പഴയ SCERTയും പുതിയ SCERTയും
പ്രതിപാദിക്കുന്ന മൈക്രോ നോട്ട്സ് കമ്പൽസറി ആയി വായിക്കണം, അത് പഠിക്കണം. മാജിക് മന്ത്ര സെഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യുക. ദെൻ ഡെയിലി എക്സാം, ബുധനാഴ്ചത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക. ദെൻ വ്യാഴാഴ്ച, അപ്പം എല്ലാ ആഴ്ചയിലും ഈ പറയുന്ന സാമ്പത്തിക ശാസ്ത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്ക് പഠിക്കണം, പൊളിറ്റിക്കൽ സയൻസും പഠിക്കണം. വ്യാഴാഴ്ച സാമ്പത്തിക ശാസ്ത്രവുമാണ് പഠിക്കേണ്ടത്. അപ്പൊ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് പ്രീവിയസ് ഡേയിൽ എന്തൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്തത് അത് വീണ്ടും ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്തുക. ഒപ്പം തന്നെ അടുത്ത വ്യാഴാഴ്ച നമ്മൾ തരുന്ന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടന്റ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടന്റ്, പെർ ക്യാപിറ്റ ഇൻകവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടന്റ്, എക്കണോമിക്സ് തിങ്കേഴ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടന്റുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. 5 ഇയർ പ്ലാനിംഗ് ഉൾപ്പെടെ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൽ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ദെൻ അതുമായി ബന്ധപ്പെട്ട് SCERT, NCERT കണ്ടന്റ് പഠിച്ച് വായിച്ച് റിവിഷൻ നടത്തണം. മാജിക് മന്ത്ര സെഷൻ കൃത്യമായി അറ്റൻഡ് ചെയ്യണം, ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ വെള്ളിയാഴ്ച വീണ്ടും പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, SCERTയുമായി ബന്ധപ്പെട്ട് പഴയ SCERTയും പുതിയ SCERTയും കമ്പയർ ചെയ്യുന്ന മൈക്രോ നോട്ട്സ് മസ്റ്റായിട്ട് വായിക്കണം. മാജിക് മന്ത്ര സെഷൻ ഉണ്ട്, അന്നും എക്സാമിന് മാറ്റമില്ല, വെള്ളിയാഴ്ചയും എക്സാമാണ്. ശനിയാഴ്ച അഗൈൻ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട്, GK ആൻഡ് കറണ്ട് അഫേഴ്സ്, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ഒപ്പം ഡെയിലി എക്സാം. ദെൻ ഞായറാഴ്ച ഫുൾ റിവിഷൻ, OMR മോക്ക് എക്സാം. ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഏകദേശം 4-ൽ കൂടുതൽ ആഴ്ച, 4 ആഴ്ച നിങ്ങൾ കൂട്ടിക്കോ. 4 ആഴ്ച നിങ്ങൾക്ക് കേരള ജോഗ്രഫി, 4 ആഴ്ച എക്കണോമിക്സ്, 4 ആഴ്ച കോൺസ്റ്റിറ്റ്യൂഷൻ, 4 ആഴ്ച പൊളിറ്റിക്കൽ സയൻസ് റിവിഷൻ ചെയ്യാനുള്ള സമയമാകുന്നത്. അപ്പം താല്പര്യമുള്ളവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. ഉഷാറായി പഠിക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, വരും ദിവസങ്ങളിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട കണ്ടന്റ് എന്തൊക്കെയാണ്, നിങ്ങൾ പഠിക്കേണ്ട മേഖല ഏതൊക്കെയാണ്, നിങ്ങൾ പഠിക്കേണ്ട SCERT ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഉഷാറായി പഠിക്കുക. ഈ നവംബർ 4-ാം തീയതി നടക്കുന്ന HSC സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ നേടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.